നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC മത്സരത്തിൻ്റെ ലൈനപ്പ് തന്നെയാണ്. എന്തായാലും വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ FCയും ഇതുവരെ മത്സരങ്ങളിൽ ഏറ്റുമുട്ടിയപ്പോൾ അതിൽ വന്ന സ്റ്റാറ്റ് നമുക്ക് എടുത്ത് പരിശോധിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സും ഒഡീഷ FCയും ഇതുവരെ ഏറ്റുമുട്ടിയിരിക്കുന്നത് 21 തവണയാണ് ISLൽ. അതേപോലെ തന്നെ അവരുടെ മത്സരങ്ങൾ വിജയിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സാണ് 9 മത്സരങ്ങളും വിജയിച്ചിരിക്കുന്നത്. ഒഡീഷ FC ആകട്ടെ വെറും 5 മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിനെതിരെ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 5 മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് തോറ്റപ്പോൾ 9 മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് എതിരെ ഒഡീഷ FC തോറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ 7 മത്സരങ്ങളാണ് ഇതുവരെ സമനിലയിൽ അവസാനിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 28 ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയുടെ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചപ്പോൾ 27 ഗോളുകൾ തിരിച്ച് ഒഡീഷ FC കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഡീഷ FCക്കെതിരെ വിജയം കൂടുതലാണെങ്കിലും ഗോളുകളുടെ കാര്യത്തിൽ വരുമ്പോൾ ഒരു ഗോളിൻ്റെ ഡിഫറൻസ് മാത്രമാണ് ഇരു ടീമുകളുടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്ന് കരുതിയിരിക്കുന്നത് തന്നെ നല്ലതാണെന്ന് നമുക്ക് ആദ്യം തന്നെ പറയേണ്ടി വരും. ISL ജനുവരി 31 തുടങ്ങുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്നത് ഫെബ്രുവരി 2 7:30 നടക്കുന്നത്. ഒഡീഷ FCയുടെ ഹോം മത്സരമാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് ഇനി പരിശോധിക്കാം. ഗോൾ കീപ്പർ സ്ഥാനത്ത് സച്ചിൻ സുരേഷ്, അതേപോലെ തന്നെ ഡിഫൻസ് കാക്കാൻ മാർക്കോ ലെസ്കോവിച്ച്, മിലോസ്, പ്രീതം കോട്ടാൽ, പിന്നെ നവോച്ചോസി. അതേപോലെ തന്നെ മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ജിക്സൺ സിംഗ്, അസർ, ഐമൻ, അതേപോലെ തന്നെ വിദേശ താരമായ ഡൈസൂക്കി സക്കായി. അതേപോലെ തന്നെ സ്ട്രൈക്കർമാരുടെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിമിട്രിയോസിനെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഫസ്റ്റ് 11-ൽ തന്നെ പുതിയ വിദേശ താരമായ ലിത്വാനിയ ടീമിൻ്റെ ക്യാപ്റ്റനും കൂടിയായ ഫെഡർ എന്ന് പറയുന്ന താരത്തിനെ മിക്കവാറും നമുക്ക് അടുത്ത ദിവസത്തെ മത്സരത്തിൽ ഫസ്റ്റ് 11-ൽ തന്നെ കാണാൻ സാധിക്കുമെന്ന് കരുതാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോസിബിൾ ലൈനപ്പാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC മത്സരത്തിൽ ഏത് ടീം വിജയിക്കാനാണ് കൂടുതൽ സാധ്യതയെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.